ഞാനിപ്പുള്ളത് എടക്കരയിലാണ്, മലപ്പുറം ജില്ല എടക്കരയിൽ. എടക്കര എന്ന് പറയുന്നത് നല്ലൊരു മാർക്കറ്റ് പ്ലേസ് ആണ്. ഒരുപാട് ഷോപ്പുകളും ഒക്കെ ഉണ്ട്. ഇപ്പൊ ഇവിടെ KFC വന്നിട്ടുണ്ട്, മാളുകളും മറ്റൊക്കെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ആ കൂട്ടത്തിൽ പുതുതായിട്ട് ഇവിടെ ഒരു മൊബൈൽ സർവീസ് സെന്റർ കൂടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതിന്റെ കാഴ്ചകളാണ് നമ്മൾ കാണാൻ പോകുന്നത്. എന്റെ തൊട്ട് പുറകിൽ കാണാം സ്മാർട്ട് ടെക് മൊബൈൽ റീപെയർ സൊല്യൂഷൻ എന്ന് പറഞ്ഞൊരു ഷോപ്പ്, ഒരു സർവീസ് സെന്റർ. അവിടെ എന്തൊക്കെയാണ് എന്ന് നമുക്കൊന്ന് കാണാം. ഇവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആൻഡ്രോയിഡ് ഫോണുകൾ അതുപോലെ തന്നെ ഐഫോൺ എല്ലാം സർവീസ് ചെയ്ത് കൊടുക്കുന്ന ഒരു സ്ഥലമാണ്. UAE എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ടെക്നീഷ്യന്മാരാണ് ഇപ്പോൾ ഇവിടെ വന്നിട്ട് ഇതിന്റെ വർക്കുകളൊക്കെ ചെയ്ത് കൊടുക്കുന്നത്. ഇവിടുത്തെ പ്രധാനപ്പെട്ട സർവീസുകൾ ബോർഡ് സ്വാപ്പിംഗ്, അൺനോൺ പാർട്ട് ഫിക്സ്, ഫേസ് ID റിപ്പയർ, ബാറ്ററി ഫിക്സ്, സ്റ്റോറേജ് അപ്ഗ്രേഡ്, അൺലോക്കിംഗ്, ടച്ച് ഗ്ലാസ് ചേഞ്ചിങ്, ഡെഡ് ഫിക്സ്, വാട്ടർ ഡാമേജ്, നെറ്റ്വർക്ക് പ്രോബ്ലം, സോഫ്റ്റ്വെയർ തുടങ്ങിയിട്ടുള്ള പ്രധാനപ്പെട്ടിട്ടുള്ള എല്ലാ സർവീസുകളും ഇവിടെ അവൈലബിൾ ആണ്. ഇപ്പോൾ മൊബൈലിന് ആൻഡ്രോയിഡിനായാലും ഐഫോണിനായാലും എത്ര ക്രിട്ടിക്കൽ ആയിട്ടുള്ള പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാലും ഇവിടെ അത് റിപ്പയർ ചെയ്യാനുള്ള സംവിധാനങ്ങളുണ്ട്. ഇപ്പോൾ മൈക്രോസ്കോപ്പിക് എക്യുപ്മെന്റ്സ് ഉപയോഗിച്ചിട്ടാണ് സർവീസ് ചെയ്യുന്നത്. നമ്മൾ മൊബൈൽ ഇവിടെ കൊണ്ടുവന്ന് കൊടുത്തു കഴിഞ്ഞാൽ അവർ സർവീസ് ചെയ്യണത് എന്താണെന്നുള്ളത് നമുക്ക് ലൈവായിട്ട് മോണിറ്ററിൽ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും. ഇപ്പോൾ നമുക്കിവിടെ മറ്റൊരു സംവിധാനം ഉള്ളത് ഗ്ലാസ് പഞ്ചിങ് മെഷീൻ ഇവിടെ അവൈലബിൾ ആണ്. നമ്മുടെ മൊബൈലിൻ്റെ ഡിസ്പ്ലേ പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഗ്ലാസ് മാത്രമായിട്ട് നമുക്ക് ചേഞ്ച് ചെയ്യണമെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന സംവിധാനം ഇവിടെ ഉണ്ട്. അതും നമ്മൾ ഡിസ്പ്ലേ ചേഞ്ച് ചെയ്യുന്നതിൻ്റെ നമുക്ക് പകുതി പൈസയ്ക്ക് നമുക്ക് ഇവിടെ ചെയ്തു കൊടുക്കുന്ന ഒരു സംവിധാനം കൂടെ നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ്. ഈ ഷോപ്പിൻ്റെ 15 കിലോമീറ്റർ ഡിസ്റ്റൻസിലുള്ള ഏത് സർവീസ് ആണെങ്കിലും ഇവിടുത്തെ നമ്പറിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ ഇവിടുന്ന് ആൾ വന്നത് പിക്കപ്പ് ചെയ്തുകൊണ്ട് സർവീസ് ചെയ്തിട്ട് വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന് തരുന്നൊരു സംവിധാനമുണ്ട്. 15 കിലോമീറ്ററിൻ്റെ പുറത്തുള്ളവർക്കാണെങ്കിൽ കൊറിയർ സർവീസ് അവൈലബിൾ ആണ്.